ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസിലെ മറ്റൊരു താരമാണ്. നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട താരം. നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ബിഗ് ബോസിൽ മാത്രമല്ല, കോമഡി സ്റ്റാറിലൂടെ, കോമഡി ചലഞ്ചിലൂടെ ഒരുപാട് നിങ്ങളെ ചിരിപ്പിച്ച ഒരു താരമാണ്. എൻ്റെ ഒരു അനിയനാണ്, പ്രിയ സുഹൃത്താണ്, വളർന്നു വരുന്ന മലയാള സിനിമയിലെ മറ്റൊരു ഭാവി താരമാണ്. അഭിമാനത്തോടെ എനിക്ക് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വിളിക്കാൻ പറ്റും. ആരാണ്? അഖിൽ. അതെ, അഖിൽ എന്നല്ല, അഖിൽ എന്ന കുട്ടി അഖിൽ. ഇനി ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് മൈക്ക്. ഇദ്ദേഹമാണ് നയിക്കുന്നത് അല്ലേ? താങ്ക് യു അണ്ണ. ഓക്കെ. അയ്യോ, എനിക്ക് ഭയങ്കര ശബ്ദം അണ്ണന് കുറച്ചേ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് കൈയടിക്കുമോ? ഇനി നന്നായിട്ടൊന്ന് കൂവാവോ? ഈ കൂവാൻ കാണിച്ച ആ ഒരു ആത്മാർത്ഥതയിൽ ഒന്ന് കൈയടിച്ചേ. അല്ല, നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ, നമുക്ക് എപ്പോഴും അത് ഒന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ഇവിടെ മൂത്രം ഒഴിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ മൂത്രം ഒഴിക്കും. ഇവിടെ ചവറിടരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ചവറിടും. അതുപോലെ കൈയടിക്കാൻ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ കൂവാൻ പറഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട്. അപ്പോൾ എല്ലാവരും നല്ല എനർജിയിലൊന്ന് കൂവിക്കേ. അതേ എനർജിയിലൊന്ന് കൈയടിച്ചേ. ഓക്കെ, യോഗനാഥം ന്യൂസിൻ്റെ ഈ ഒരു ഇവൻറ്റിന്, ഈ ഒരു ചടങ്ങിൽ ഇവിടെ എത്താൻ കഴിഞ്ഞ വലിയ സന്തോഷം. ഒപ്പം സൗത്ത് ഇന്ത്യൻ ആർ വിനോദേട്ടന് വലിയൊരു നന്ദി ഈ ചടങ്ങിലേക്ക് വിളിച്ചു വരുത്തിയതിൽ. അപ്പോൾ ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകൂ. ഹലോ ഹലോ, എന്ത് ഇങ്ങോട്ട് പാടാ. എന്ത്? ആര് ആര്? ഞാൻ അണ്ണനെ കാണാൻ വന്ന. എന്നെ? അണ്ണനെ കാണാൻ വന്ന. എന്നെ കാണാനാ? ഓ, അണ്ണന്റെ പേര്? എന്റെ പേര് അഖിൽ. അണ്ണന്റെ ബിഗ് ബോസ് ഞാൻ കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് എന്തടേ ഒരു നാട്ടുകാരൻ വന്നിട്ടൊരു കയ്യടി ഇല്ലാത്ത നിങ്ങൾ. അല്ല, ഈ നാട്ടുകാരനാണാ? ഇവിടെ ഉള്ള ആളാണാ? ഇവിടത്തെ സ്റ്റാർ അല്ലേ ഞാൻ? അല്ല, ഈ ബിഗ് ബോസിൽ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വോട്ട് ചെയ്യുന്നുണ്ട്. അല്ല, വോട്ട് ചെയ്തായിരുന്നു? വോട്ട് ചെയ്തു. 50 വോട്ട് ചെയ്താ? 50 വോട്ട് ചെയ്താ കള്ള വോട്ടിന് എന്നെ അടുത്ത് അകത്ത് വിടൂലേ? അല്ല, 50 വോട്ട് ചെയ്യണമായിരുന്നു. എത്ര വോട്ട് ചെയ്തു? പിന്നെ ഒരു വോട്ട്. ആർക്ക് ചെയ്ത്? സുധാകരൻ അണ്ണന്. അതാര്? എന്റെ വാർഡ് മെമ്പർ. അതല്ല, എനിക്ക് 50 വോട്ട് ചെയ്തില്ലായിരുന്ന? നിനക്കെന്തിനാ നീ ഇവിടെ ഇലക്ഷൻ നിന്നോ? ഇവിടെ വല്ലെങ്കിലും ചുമ്മേണ 77 ദിവസം ഞാൻ ഇറങ്ങിയത്. അല്ല, ഈ നാട്ടുകാരനാണ്, അത് നീ മനസ്സിലായില്ല? അത് അയ്യോ, ഇവിടത്തെ ഫേമസ് അല്ലേ ഞാൻ? ആരാ പേരെന്താണ്? ഇവിടത്തെ സ്റ്റാർ അല്ലേ? കൊഞ്ഞനം കാര്യം പറ. വവ്വാക്കാവ് സുനി. അയ്യോ, സോറി ഏട്ടാ, ഞാൻ നിങ്ങളുടെ നാട്ടുകാരനാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. വവ്വാക്കാവ് സുനിക്ക് ഒരു കയ്യടി കൊടുത്തപ്പോ. അതെന്തടേ വവ്വാക്കാവ് സുനി വന്നിട്ടൊരു കയ്യടി ഇല്ലാത്ത ഞാൻ? കയ്യടിച്ചു, നിങ്ങൾ വായിക്കോട്ട് വാ. അത് മോശമാണ്. നിങ്ങളെ നാട്ടുകാരൻ വരുമ്പോ നിങ്ങൾ ഒരു കയ്യടി കൊടുക്കണ്ടേ? വേണ്ടേ? പ്രിയമുള്ളവരെ, വേണ്ട, പറയണ്ട. സുനി വവ്വാക്കാവ് വിട്ടുതരാം. വവ്വാക്കാവ് സുനി, ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പാല് കാച്ച് ബർത്ത്ഡേക്ക് മിമിക്രി അവതരിപ്പിക്കുകയാണ്. ഞാനും സുരേഷും കൂടിയാണ് മിമിക്രി അവതരിപ്പിക്കുന്നത്. ഞാനപ്പം വെളിയിൽ നിന്നപ്പോൾ അണ്ണൻ വരുന്നത് കണ്ടപ്പോൾ അണ്ണൻ്റെ അടുത്തൊരു ചാൻസ് ചോദിച്ചു. കോമഡി ഉത്സവത്തിൽ എനിക്കൊരു അവസരം കിട്ടിയാൽ വവ്വാക്കാവുകാർ എന്നെ അംഗീകരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ അണ്ണനെ കാണാൻ വേണ്ടി വന്നത്. അല്ലോ, അതെ, എനിക്ക് മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ നിങ്ങളുടെ കഴിവ് എനിക്ക് അറിയില്ല. അപ്പം കോമഡി ഉത്സവത്തിൽ നിങ്ങളുടെ കഴിവ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കയറ്റി വിടാൻ പറ്റും, എന്തെങ്കിലും പറയാൻ പറ്റും. അല്ല, ഞാനും സുരേഷും കൂടിയാണ് ഈ വവ്വാക്കാവിലെല്ലാം പരിപാടി ചെയ്യുന്ന. വവ്വാക്കാവ്, കരുനാഗപ്പള്ളി, എല്ലാ സ്ഥലത്തും ഞാനും സുരേഷും കൂടിയാണ് പരിപാടി ചെയ്യുന്നത്. അപ്പം അണ്ണൻ എന്നെ ഒന്ന് കോമഡി ഉത്സവത്തിൽ കയറ്റി വിടണം. ഫോട്ടോ എടുക്കരുത്. ഇല്ലല്ല, അത് അങ്ങനെ എടുക്കരുതേ. പുള്ളി ചോദിച്ചിട്ട് എടുക്കണ്ടേ? ഞാൻ ഇത് ചോദിച്ചിട്ട് എടുക്കണ്ടേ? വവ്വാക്കാവ് സുനിയുടെ ഒരു ഫോട്ടോ വേണമെങ്കിൽ ചോദിച്ചിട്ട് എടുക്കണം. അളിയൻ 1.5 ലക്ഷം രൂപയുടെ ക്യാമറ കൊണ്ട് 10 പൈസയ്ക്ക് വിലയില്ലാത്ത എൻ്റെ ഫോട്ടോ എടുക്കാൻ അളിയന് നാണമില്ല അളിയ? അപ്പം വവ്വാക്കാവ് സുനിയുടെ കുറെ ഐറ്റങ്ങളുണ്ട്. ഞാനും സുരേഷും കൂടി. സുരേഷ് എവിടെയാണ്? സുരേഷ് കണ്ണൂർ കോൺക്രീറ്റിന്റെ പണിക്ക് പോയേക്കുന്നത്. സുരേഷ് ജോലിക്ക്. അപ്പൊ സുരേഷും സുനിയും കൂടെയാണ് ഈ പരിപാടി. സുരേഷും ഞാനും കൂടെ പരിപാടി ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അണ്ണൻ എനിക്ക് കോമഡി ഉത്സവത്തിൽ അവസരം. ഇതിപ്പോ സുനിയുടെ ഈ കഴിവെന്താന്ന് കണ്ടാലല്ലേ എനിക്ക് കോമഡി ഉത്സവത്തിലോട്ട് കൊണ്ടങ്ങ് കയറ്റാൻ പറ്റൂ. ഇവിടെ വെച്ച് എനിക്ക് കൊണ്ടങ്ങ് ഇടാൻ പറ്റുമോ? ഈ ജുബ്ബ ഇട്ടോണ്ട് വരുന്നത് ചിറക്കർ സലീം കുമാറാണ്. അല്ലല്ല, അല്ല, ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ നമ്മളെ ഇറക്കി വിട്ടിട്ട് പുള്ളിയുടെ കഥാപ്രസംഗം തുടങ്ങുമെന്ന് വിചാരിച്ചതുകൊണ്ടാണ്.
അപ്പം പിന്നെ അണ്ണന്റെ കണ്ട സ്ഥിതിക്ക് ഞാൻ എന്റെ മെയിൻ ഐറ്റം ചെയ്യണം വവ്വാക്കാവ് സുനിയെ ഒന്ന് കൈയടിച്ച് വവ്വാക്കാവ് സുനിയെ പ്രോത്സാഹിപ്പിച്ച് വിട്ടാൽ വവ്വാക്കാവ് സുനി കോമഡി ഉത്സവത്തിൽ കയറിയിട്ട് വവ്വാക്കാവിന്റെ പേര് ഉയരങ്ങളിലെത്തിക്കും. അതുകൊണ്ട് വവ്വാക്കാവ് സുനിക്ക് തരും. അത്ര മതി. വവ്വാക്കാവിന്റെ ഒരു പ്രോത്സാഹനം അത്രേ ഉള്ളൂ. സുനിക്ക് എന്താണ് ചെയ്യാൻ പോണെന്ന്? ഞാൻ എന്റെ നടന്മാരുടെ സൗണ്ടാണ് എന്റെ മെയിൻ ഐറ്റം. അത് ചെയ്താലാണല്ലോ കോമഡി ഉത്സവത്തിൽ കയറാൻ പറ്റുന്നത്. അപ്പൊ ആദ്യം ആരെ ചെയ്യും? കിടിലം സാധനം ചെയ്യാം. കിടിലം ഫിറോസ? ഇല്ല, രജനികാന്ത്. രജനികാന്ത് ഫാൻസ് ഒന്ന് കൈയടിച്ചേ. സൂപ്പറാണ്. കാരണം എന്താണെന്നറിയാമോ, രജനികാന്തിന് വവ്വാക്കാവിൽ ഒരു തിയേറ്റർ വരണം. ഇല്ലേ? വവ്വാക്കാവ് സുനിക്കൊന്ന് കൈയടി കൊടുത്തേ. സംഭവം രജനീകാന്തിനെക്കാളും ഫാൻസ് സുനിക്കാണ്. ആണല്ലേ? അപ്പൊ രജനീകാന്ത് വവ്വാക്കാവ് സുനിയുടെ രജനീകാന്തിനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സുരേഷ് കൂടെ പൊളിക്കല്ലേ ഐറ്റം. സുരേഷ് പോട്ടെ, അവ കാസർഗോഡ് ഇരിക്കല്ലേ. കൂളിംഗ് ക്ലാസ്സിൽ പോണ്ട. കൂളിംഗ് ക്ലാസ് എന്റെ ഒരു കൂളിംഗ് ക്ലാസ് ഉണ്ട്. പക്ഷെ ഒന്നും ചെയ്യരുത്. ഉണ്ട്. ഉണ്ടെങ്കിൽ തന്നു കഴിഞ്ഞാൽ സൂപ്പർ ഐറ്റം. ഹലോ, ഈ ചെണ്ടേരെ സൈഡിലിരിക്കുന്ന ആൾക്കാർ രജനീകാന്തിന്റെ ഒരു ചിങ്ങണി മ്യൂസിക് ഇട്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ പ്രേക്ഷകരെ കയ്യിലെടുത്തോളാം. രജനീകാന്തിന്റെ ഒരു ചെറിയ മ്യൂസിക് കൊടുക്കണം. അപ്പൊ അനൗൺസ് ചെയ്യട്ടാ. വവ്വാക്കാവ് സുനി അവതരിപ്പിക്കുന്ന രജനീകാന്ത് അനൗൺസ് ചെയ്യാണ്. തമിഴ് സിനിമയുടെ സൂപ്പർ മെഗാ സ്റ്റാർ രജനീകാന്ത്. കൈയടിച്ച കയ്യടി ഉണ്ട്. കയ്യടി ഉണ്ട്. ഇല്ല, ഈ കയ്യടി അല്ല, ഇത് സുരേഷ് വന്ന് ചെയ്യണം. സുരേഷ് രജനീകാന്തായിട്ട് തിരിഞ്ഞു വരുമ്പോഴേ കയ്യടിയാണ്. അത് സുരേഷ് വരുമ്പോ. ഇതിപ്പോ നീയല്ലേ സുരേഷ് കാസർഗോഡ് പോയില്ലേ? ഇപ്പൊ നീ സുനിയല്ലേ? സുനി രജനീകാന്ത് ഇല്ല, എന്റെ വേറെ ഐറ്റം ഉണ്ട്. അപ്പൊ സുരേഷാണ് ഇത് ചെയ്യണത്. ഇത് സുരേഷ് ചെയ്യണത്. ഓ സോറി, ക്ഷമിക്കണം. ഇത് സുരേഷും സുനിയും കൂടെയാണ് ഈ പരിപാടിക്ക് പോണത്. ഈ രജനീകാന്ത് ചെയ്യണ സുരേഷാണ്. സുരേഷ് ഇവിടെ ഇല്ല. സുരേഷ് കാസർഗോഡ് പണിക്ക് പോയി. അപ്പൊ കൈയിട്ടിട്ടുള്ള വേറെ ഐറ്റം ഉണ്ട്. ഉണ്ടാ? ആരാണ്? ദളപതി വിജയ്. വിജയ് ഫാൻസ് കൈയടി. അപ്പോ വവ്വാക്കാവ് സുനി വേദിയിൽ അവതരിപ്പിക്കുന്നു വിജയ്, ഇളയ ദളപതി വിജയ്. വിജയ് എന്റെ മാമന്റെ 3 മക്കള് മാത്രമേ കൈയടിച്ചോളൂ. അല്ല വിജയ് ചെയ്. അല്ല, കൈയടി കിട്ടിയില്ല. കണ്ട എന്താണ് കൈയടിക്കാത്തത്? എന്താണ് അത്? സുരേഷ് വരണം വിജയ് ആയിട്ട്. സുരേഷ് വിജയ് എന്ന് പറയുമ്പോഴേ ജനങ്ങൾ കൈയടിയാണ്. എടാ സുരേഷ് കാസർഗോഡ് പണിക്ക് പോയില്ലേടാ? നീ ഇവിടെ നിൽക്കല്ലേടാ? സുരേഷ് അവിടെ ഇരിക്കട്ടെ. നീന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യ്. എന്നെ കോമഡി ഉത്സവത്തിൽ കയറ്റുമോ? നിന്നെ കോമഡി ഉത്സവം ഈ വിജയും സുരേഷാണോ ചെയ്യണത്? അതെ, സുരേഷ്. നീ സുരേഷ് അവിടെ നിൽക്കട്ടെ. സുനി, നിനക്ക് ഇവിടെ എന്തിപ്പോ ചെയ്യാൻ പറ്റും? ലാലേട്ടൻ ഫാൻസ് ഒന്ന് കൈയടിച്ചേ. ഇത് വേറെ എന്താ അറിയാമോ, നേരത്തെ ഉള്ള രണ്ടും സുരേഷാണ് ചെയ്യണത്, സുനിയല്ല. അപ്പൊ ഇത് സുനി ചെയ്യും. അപ്പോ പത്മശ്രീ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ മോഹൻലാൽ. 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 മോഹൻ ഇല്ല അങ്ങനെയല്ല. മോഹൻലാൽ ഇല്ല അങ്ങനെയല്ല. മോഹൻലാൽ അതെന്തൊരു വേല? ഇടയ്ക്കൊന്ന് 2 കൈ, വലത്തൊന്ന് 2 കൈ, ഇടത്തൊന്ന് വീണ്ടും 3 കൈ, വലത്തൊന്ന് 4 കൈ. സുരേഷ് വരുമ്പോ ഇങ്ങനെയല്ല. സുരേഷ് മോഹൻലാലായിട്ട് വരുമ്പോ എല്ലാരും കൈയടിക്കും. അത് സുരേഷ് വരുമ്പോഴല്ലേടേ? സുരേഷ് വരുമ്പോ എല്ലാരും കൈയടിക്കും. നിന്റേതായിട്ടൊന്നുമില്ല. നീ സുരേഷിന് ഉണ്ടാക്കാത്ത. സുരേഷ് കാസർഗോഡ് പണിക്കല്ലേ? സുരേഷ് കാസർഗോഡ് പണിക്ക് പോയി. നീ ഇപ്പൊ ഇവിടെ നിൽക്കല്ലേ? ഞാൻ ഇവിടെ നിൽക്കുകയാണ്. നിന്റേതായിട്ട് നിന്റെ ഒന്നുമില്ല. സുരേഷിന് ഉണ്ടാക്കണം എന്തിനാണ് അതിന്റെ ഇടയ്ക്ക്? അല്ലല്ല, സുരേഷ് ചെയ്യുമ്പോഴാണ് ഭയങ്കര കൈയടി. സുരേഷ് ചെയ്യുമ്പോഴാണ് കയ്യടി. ഈ സുരേഷ് ഇപ്പൊ എവിടെ നിൽക്കുന്നത്? സുരേഷ് കണ്ണൂര് കോൺക്രീറ്റിന്. കഴിവുള്ള ഒരുത്തെ കണ്ണൂർ കോൺക്രീറ്റിന് പോയേക്കണ്. കഴിവില്ലാത്തൊരു കിഴങ്ങ് ഇവിടെ വന്നിരിക്കണ്. എടാ നിനക്കും കൂടെ പണിക്ക് വെക്കൂടാ? ഞാൻ പണിക്ക് പോകൂല. എനിക്ക് സിമന്റ് അലർജിയാണ്. ഞാൻ പണിക്ക് പോകൂല. എന്നെ ചുമ്മാ ഇവിടെ. സിമന്റ് അലർജിയാണ് പെയിന്റിങ്ങിന് പണിക്ക് പോകണം. ഇല്ല, പെയിന്റും അലർജിയാണ്. പെയിന്റും അലർജിയാണ്. നിനക്ക് അലർജി ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടാ? പൊറോട്ട ഇറച്ചി. വേറെ ഒന്നും അലർജി? കുഴിമന്തിയിൽ ഒരു കുഴി മാന്തി നിന്നെ അകത്തിടണം. പക്ഷെ ആ കുഴി എടുക്കാൻ കുറെ സമയം എടുക്കും. അതുകൊണ്ടാണ് കുഴി വെട്ടാത്തത്. അണ്ണൻ അറിയോ,
എന്നെ രക്ഷിച്ചത് എൻ്റെ അമ്മയാണ്. അത് അമ്മ തൊഴിലുറപ്പിന് പോണോണ്ട് ഞാൻ കഞ്ഞി വെച്ച് കുടിച്ച് വീട്ടിൽ കിടക്കുന്നത്. അല്ല, നിന്നെ പോലെ കള്ളച്ചോറിന്റെ എല്ലാ അമ്മമാര് തൊഴിലുറപ്പിന് പോകണോണ്ടാണ് ജീവിച്ച് കിടക്കണത്. എന്നെ കോമഡി ഉത്സവത്തിൽ കൊണ്ടുപോകും. പിന്നെ കോമഡി ഉത്സവത്തില്ല, കുറച്ച് ഒരാൾ പറഞ്ഞു കോമഡി ഉത്സവത്തിൽ പോയി കഴിഞ്ഞാൽ 3 നേരം ആഹാരം കിട്ടുമെന്ന്. ഇല്ല, അവിടെ എന്റെ കാർ കിടപ്പുണ്ട്, അതിനകത്ത് കയറി നിന്നെ ആ നീണ്ടകര പാലത്തിൽ താഴത്തോട്ട് ഇടാം.